അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായം ആദ്യത്തെ വാക്യം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം, നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതായ വാക്യം. രാജാവ് രോഗബാധിതനായി കിടക്കുകയാണ്. രാജാവിന് ഒരു പരു ബാധിച്ചിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. രാജാവിൻ്റെ ശരീരത്തിൽ ആ പരു അത് കൂടുതൽ പ്രയാസമായി തീരുകയും മരണം വരെ സംഭവിക്കാവുന്ന സ്ഥിതിയിൽ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. രാജാവ് പക്ഷേ അക്കാര്യം അറിഞ്ഞില്ല. രാജാവ് മാത്രമല്ല, മരണാസന്നമായ സ്ഥിതിയിലായിരിക്കുന്ന പലരും മരണത്തെ അല്പം പോലും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മരണാസന്ന രോഗിയും ഞാൻ മരിക്കുകയില്ല എന്ന് സ്വയം ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാണ് മരണത്തെക്കുറിച്ച് പഠിക്കുന്ന ചിന്തകന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും ശരീരശാസ്ത്രജ്ഞന്മാരും പറയാറ്. ഞാൻ മരിക്കും എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് രോഗി വരുന്നത് വരെ ഡിനായൽ എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരിക്കും ആ രോഗി എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. മരണത്തെ ഡിനൈ ചെയ്യുകയാണ്, മരണത്തെ തിരസ്കരിക്കുകയാണ്, മരണത്തെ സ്വാഗതം ചെയ്യുന്നില്ല, മരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇതങ്ങ് മാറിക്കൊള്ളും എന്ന ചിന്തയാണ്. ഹിസ്കിയ രാജാവിനും ആ ചിന്ത തന്നെയായിരുന്നു. മരണത്തെക്കുറിച്ച്
പഠനം നടത്തിയ ഒരു വലിയ ഡോക്ടറുണ്ട്, ഡോക്ടർ മൗറിസ് റൗലിങ്സ്. അദ്ദേഹം മരണത്തെക്കുറിച്ച് അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, മരണാനന്തരാവസ്ഥയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം അദ്ദേഹം എഴുതിയ പുസ്തകം ബിയോണ്ട് ഡെത്ത്സ് ഡോർ എന്ന പുസ്തകമാണ്. ബിയോണ്ട് ഡെത്ത്സ് ഡോർ, മരണവാതിലിനപ്പുറം. മലയാള ഭാഷയിൽ ആ പുസ്തകം കിട്ടിയിട്ടില്ല, ആരും തർജ്ജമ ചെയ്തതായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മരണാസന്നനാണ് രോഗി എന്ന് അറിഞ്ഞാൽ ആ രോഗിയെ മരണം അടുത്തു എന്ന കാര്യം വളരെ ശാന്തമായും സൗമ്യമായും പറഞ്ഞ് ധരിപ്പിക്കുന്നത് നല്ലതാണ് എന്ന്. അത് ആ രോഗിക്ക് ഒരുങ്ങുന്നതിനും ആത്മാവ് നിത്യസ്വർഗത്തിലെത്തുന്നതിന് വേണ്ടിയുള്ളതായ സ്വയജീവിതത്തിലെ സജ്ജീകരണങ്ങൾ നിർവഹിക്കുന്നതിനും സഹായകമാണ് എന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയും, വളരെ മാരകമായ ഹൃദയസ്തംഭനം പോലുള്ളതായ രോഗങ്ങൾ പിടിപെട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുന്ന രോഗി, അദ്ദേഹം വലിയൊരു കാർഡിയോളജിസ്റ്റാണ്, വലിയൊരു ഹൃദ്രോഗ വിദഗ്ധനാണ്. അദ്ദേഹത്തിന് ഒരു വലിയ സുപ്രസിദ്ധമായൊരു ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചികിത്സയ്ക്ക് വരുന്ന രോഗികളോട് മരണം അടുത്തു എന്ന് വരുന്ന കാര്യങ്ങൾ അദ്ദേഹം ധരിപ്പിക്കുകയും നിങ്ങൾ ആത്മാവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുകയും ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുക എന്ന് പറയുകയും ചെയ്യാറുണ്ട് എന്ന് അദ്ദേഹം സാക്ഷിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൽ. അദ്ദേഹം മരണാനന്തരാവസ്ഥയെക്കുറിച്ച് വിശ്വസിച്ചിരുന്ന ആളല്ലായിരുന്നു, അതും അദ്ദേഹം പറയുന്നുണ്ട്. മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിനെക്കുറിച്ച് തെല്ലും ചിന്തയില്ലായിരുന്നു അദ്ദേഹത്തിന്. വളരെ പ്രസിദ്ധനായ ആ ഡോക്ടർ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് അദ്ദേഹം ധരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ക്ലിനിക്കിൽ അദ്ദേഹത്തിനുണ്ടായ ചില അനുഭവങ്ങളാണ്. മരിച്ചതിന് ശേഷം ക്ലിനിക്കലി ഡെഡായവർ ശരീരശാസ്ത്രപ്രകാരം ആരോഗ്യശാസ്ത്രപ്രകാരം മരിച്ചു കഴിഞ്ഞവർ അവർ മരണശേഷം റിസസിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനത്തിലുള്ള കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി കഴിയുമ്പോൾ അവർ ചിലരെ ജീവൻ പ്രാപിക്കുന്നതായി അദ്ദേഹം കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ മരണശേഷം തിരികെ ജീവൻ പ്രാപിച്ച് അവർ പറഞ്ഞ ചില അനുഭവത്തിൽ കൂടി അദ്ദേഹത്തിന് മനസ്സിലായി മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന്. മരണത്തിന് ശേഷമുള്ള ആ ജീവിതം പലപ്പോഴും വളരെ ദുഃഖഭൂയിഷ്ടമാണെന്നും അനേകമനേകം ആളുകൾക്കും ബഹുഭൂരിപക്ഷം പേർക്കും അത് നരക ദുരിതമാണെന്നും യാതനാഭരിതമാണെന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ വളരെ അപൂർവം പേർ മാത്രമേ മരണാനന്തരമുള്ളതായ ജീവിതത്തിൻ്റെ ശ്രേയസ്സും സൗഭാഗ്യവും സന്തോഷവും ശാന്തിയും കണ്ടവരുള്ളൂ എന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ ചിന്തിക്കുകയും വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ഉദ്യുക്തനായി തീർന്നു. അതിനെ തുടർന്ന് ഒരു പരമബോധ്യത്തിലേക്ക് അദ്ദേഹം വന്നെത്തുകയുണ്ടായി. ഡോക്ടർ മോറിസ് റൗലിങ്സ് അദ്ദേഹം പറയുന്നത്, ഞാൻ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന ആളല്ലെങ്കിലും എൻ്റെ രോഗികളുടെ അനുഭവത്തിൽ നിന്ന്, ജീവൻ തിരികെ കിട്ടിയവരുടെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു മരണത്തിന് ശേഷം ഒരു നിത്യതയുണ്ട് എന്നും ആ നിത്യത അനേകമനേകം ആളുകൾക്ക് ബഹുഭൂരിപക്ഷം പേർക്കും അത് ഒരു ശാശ്വതമായ നരകഭീകര ദുരിതമാണെന്നും എന്നാൽ ആ ഭയാനകമായ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മനുഷ്യൻ ആത്മാവിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച് ഒരുങ്ങേണ്ടത് ആവശ്യമാണെന്നും എനിക്ക് മനസ്സിലായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ. അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നത്, എൻ്റെ രോഗികൾക്ക് ഞാൻ നിർദ്ദേശം കൊടുക്കാറുണ്ട്, നിങ്ങൾ ആത്മാവിൻ്റെ
രക്ഷയ്ക്ക് വേണ്ടി, നിത്യ ജീവന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം, നിങ്ങളെ തന്നെ ഒരുക്കണമെന്ന് ഞാൻ പറയാറുണ്ട് എന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും രോഗികൾക്ക് മരണം അത്യന്തം ആസന്നമാണെങ്കിൽ പോലും ഞാൻ മരിക്കും എന്നുള്ള പ്രതീക്ഷ കിട്ടാറില്ല, ഉണ്ടാകാറില്ല. ഹിസ്കിയ രാജാവിൻ്റെ അനുഭവം അങ്ങനെ തന്നെയായിരുന്നു. രാജാവിന് മാരകമായ രോഗമാണ് വന്നത്, പക്ഷേ മരിക്കും എന്ന് രാജാവിന് അറിഞ്ഞുകൂടായിരുന്നു. ഇത് എൻ്റെ മരണം കൊണ്ടാണ് തീരാൻ പോകുന്നത് എന്ന് ആ രോഗത്തെക്കുറിച്ച് രാജാവ് തെല്ലും ചിന്തിച്ചില്ല. പക്ഷേ രാജാവിനെ സ്നേഹിക്കുന്ന നിത്യനായ ദൈവം തൻ്റെ പ്രവാചകനെ വചനവുമായി രാജകൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു. യെശയ്യാ പ്രവാചകൻ രാജകൊട്ടാരത്തിൽ ചെന്നു. രാജാവിനോട് പറഞ്ഞു, രോഗക്കിടക്കയുടെ അരികത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, രാജാവേ, യഹോവയായ ദൈവം അങ്ങേ അറിയിപ്പാൻ ഒരരുളപ്പാട് എന്നെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അത് നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്നാണ് യഹോവ അരുളി ചെയ്യുന്നത്. സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നിൻ്റെ ഗ്രഹകാര്യങ്ങളെല്ലാം ഒന്ന് ചിട്ടപ്പെടുത്തുക, ഒന്ന് ക്രമത്തിലാക്കുക, കാര്യങ്ങളെല്ലാം ഒന്ന് നേരെയാക്കുക. സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നീ മരിക്കാൻ ഒന്ന് ഒരുങ്ങുക എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. പ്രവാചകന് ദൈവം കൊടുത്ത അരുളപ്പാട് അറിയിച്ചതിന് ശേഷം പ്രവാചകൻ തിടുക്കത്തിൽ ആ മുറിയിൽ നിന്നിറങ്ങി കൊട്ടാരത്തിൻ്റെ പടവുകൾ ഇറങ്ങി നടന്ന് നീങ്ങുകയായിരുന്നു. പ്രവാചകൻ പോയപ്പോൾ തന്നെ രാജാവ് പയ്യെ വേച്ച് എഴുന്നേൽക്കാൻ തുടങ്ങി. രാജാവ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പിടിച്ച് നടന്നു ചുമരിനരികിലെത്തിയിട്ട് രാജാവ് തൻ്റെ കൈകൾ രണ്ടും ചുമരിലേക്ക് ഇങ്ങനെ ആഞ്ഞു പിടിച്ചു. കൈകൾ രണ്ടും ചുമരിലേക്ക് പിടിച്ചിട്ട് ചുമരിനോട് അഭിമുഖമായി നിന്നുകൊണ്ട് രാജാവ് വിതുമ്പാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, ഏങ്ങലടിക്കാൻ തുടങ്ങി. ആ കരച്ചിലിൻ്റെ ഇടയ്ക്ക് രാജാവ് വിക്കി ചില വാക്കുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാജാവ് പ്രാർത്ഥിച്ച ചില വാക്കുകൾ ഇവിടെ തന്നെ ആദ്യ ഭാഗത്ത് യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ചില വാക്കുകൾ നാം പിന്നെ കിട്ടുന്നത് പിന്നീട് ഒരു 10-ാം വാക്യത്തിന് ശേഷമാണ്. രാജാവ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നീ എന്നോട് മനസ്സലിയണമേ. അയ്യോ ദൈവമേ, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. 2-3 വാക്യങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ദുഃഖവിവശതയോടെ കരഞ്ഞു, നിരാശയോടെ കരഞ്ഞു. കർത്താവേ, ഞാൻ വിശ്വസ്തയോടെ നടന്നവനാണല്ലോ. ഗ്രഹകാര്യം ക്രമത്തിലാക്കുക എന്ന് പറഞ്ഞ പ്രവാചകൻ്റെ ശബ്ദം കേട്ടപ്പോൾ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നിലവിളിക്കുകയാണ്, വിതുമ്പി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ദൈവമേ, ഞാൻ ഇത്രയും കാലം വിശ്വസ്തയോടെ നിന്നെ സേവിച്ചല്ലോ, നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തല്ലോ, ഞാൻ ഏകാഗ്രഹൃദയത്തോടെ തിരുമുമ്പിൽ ഞാൻ നടന്നല്ലോ എന്ന് രാജാവ് പറയുകയാണ്. എന്നാൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഗ്രഹകാര്യം ക്രമത്തിലാവുകയില്ലല്ലോ. ജീവിതത്തിൽ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക എന്ന് പറയുന്നത് ഭൗതികമായ കാര്യങ്ങളല്ല. ഞാൻ വിശ്വസ്തയോടെ നടന്നു എന്ന് പറയുന്നത് ആത്മീയം തന്നെയാണ്. വിശ്വസ്തയോടെയും ഏകാഗ്രഹൃദയത്തോടെയും ഞാൻ ജീവിച്ചു എന്ന് പറയുന്നത് തീർച്ചയായും ആത്മീയം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഗ്രഹകാര്യം ക്രമത്തിലാവുകയില്ല, ആത്മാവിൻ്റെ കാര്യം ശരിയാവുകയില്ല. ആത്മാവിൻ്റെ കാര്യം ശരിയാകണമെങ്കിൽ എന്തു വേണമെന്ന് രാജാവിനറിയാം.
അത് രാജാവ് ഇവിടെ ചെയ്യുന്നുണ്ട്. അതാണ് നാം തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നത്. 17-ാം വാക്യം വായിക്കുമ്പോഴാണ് രാജാവ് പറയുന്നത്, രാജാവ് പാപങ്ങൾ ഏറ്റുപറഞ്ഞു എന്ന്. രാജാവ് കൈപ്പോടെ കരഞ്ഞുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് ഏകാഗ്രഹൃദയത്തോടെ നടന്നിട്ടുണ്ട്, ഒരു വശത്ത് ജീവിതത്തിൽ ചില നന്മകളുണ്ട്, വിശ്വസ്തതയുണ്ട്, സത്യസന്ധമായി ജീവിച്ചിട്ടുണ്ട്, ആത്മീയമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ പാപങ്ങൾ വന്നിട്ടുമുണ്ട്. തിന്മയും നന്മയും ഇടകലർന്നൊരു ജീവിതം. തിന്മയുണ്ട്, നന്മയുമുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ലവോദിക്ക സഭയ്ക്കുള്ള ദൂതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയും, നീ ശീതവാനല്ല ഉഷ്ണവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. നീ ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ശീതവാനാണെങ്കിൽ, ചൂടില്ലാത്തവനാണെങ്കിൽ, അയ്യോ ഞാൻ ചൂടില്ല, ഞാൻ പാപിയാണെന്നോർത്ത് അനുദപിക്കാൻ അതിനൊരു സാധ്യതയുണ്ട്. എന്നാൽ നിനക്ക് അല്പം ചില കാര്യങ്ങളിൽ ചൂടുണ്ട്, അതുകൊണ്ട് നിനക്ക് അനുതാപം കിട്ടുകയില്ല, നിനക്ക് പശ്ചാത്താപം കിട്ടുകയില്ല. നിൻ്റെ ജീവിതത്തിൽ വരേണ്ടതായ അനുതാപം വരികയില്ല, കുറ്റബോധം വരികയില്ല. ശീതവാനാണെങ്കിൽ കുറ്റബോധം വരാമായിരുന്നു. നീ ശീതോഷ്ണവാനാണ്. കുറച്ച് നന്മയുണ്ട്, കുറച്ച് തിന്മയുണ്ട്, കുറച്ചൊക്കെ ആത്മീയം കൈവശമുണ്ട്, ഒരു പേരിനൊരു മാനസാന്തരം കൈവശമുണ്ട്. മഹാപാപത്തിൽ മുഴുകി ജീവിക്കുന്നോ എന്ന് ചോദിച്ചാൽ പക്ഷേ ഇല്ല. എന്നാലോ ജീവിതത്തിൽ ഹൃദയം ശുദ്ധീകരണം പ്രാപിച്ചിട്ടുമില്ല, ഹൃദയം വിശുദ്ധമായിട്ടുമില്ല. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നുമിണ്ണ് കളയും, നിന്നെ എൻ്റെ വായിൽ തുപ്പിക്കളയുമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ദൈവത്തിൻ്റെ ഗൗരവമേറിയ വാക്കുകളാണ് ആ സഭയോടുള്ള ദൂതിൽ മുഴങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, ഗ്രഹകാര്യം ക്രമത്തിലാകണമെങ്കിൽ പാപങ്ങൾ ഏറ്റുപറയണം. പാപങ്ങൾ ഏറ്റുപറയാൻ കഴിഞ്ഞപ്പോൾ, പാപങ്ങളെ ഓർത്ത് അനുദപിക്കാൻ കഴിഞ്ഞപ്പോൾ, ഏങ്ങളടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് പാപങ്ങൾ ഏറ്റുപറയാൻ കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ ആ വ്യക്തിയിലേക്ക് പകർന്നത്. ദാവീദ് രാജാവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. ഹൃദയത്തിൽ അകൃത്യം ഉണ്ടെങ്കിൽ കർത്താവ് കേൾക്കുകയില്ല, പ്രാർത്ഥനാസ്വരം ശ്രദ്ധിക്കുകയില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന ഉയർന്നു ചെല്ലണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പാപം മാറിയിരിക്കണം. ഹൃദയത്തിൻ്റെ പാപങ്ങൾ മാറാതെ, ജീവിതത്തിലെ കറകൾ കഴുകപ്പെടാതെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ള കഴുകൽ പ്രാപിക്കാതെ, പാപക്ഷമ അനുഭവിക്കാതെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർന്നു ചെല്ലുകയില്ല. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ, മേലുള്ള യെറൂസലേമിൻ്റെ, സ്വർഗീയ യെറൂസലേമിൻ്റെ വാതിലുകൾക്കുള്ളിൽ ദൈവസിംഹാസനത്തിന് മുമ്പിൽ ഈ പ്രാർത്ഥന അണയണമെങ്കിൽ, പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ മാറണം. ചൊല്ലിയാൽ പോരാ, ചുണ്ടുകൾ കൊണ്ട് ഉരുവിട്ടാൽ പോരാ. മേലാ ഊർസ്ലേം വാതിലുകൾക്കുള്ളിൽ നിൻ സിംഹാസനം അണയണം, ഈ പ്രാർത്ഥന മിശിഹാ തമ്പുരാനേ എന്ന് പ്രാർത്ഥിച്ച പിതാക്കന്മാരുടെ ആ ചൊല്ലലുകൾ നിവർത്തിച്ചാൽ പോരാ. ആ പ്രാർത്ഥനകൾ പിതാക്കന്മാർ അറിഞ്ഞ് പ്രാർത്ഥിച്ചത് നാമും അറിഞ്ഞ് പ്രാർത്ഥിക്കണം. മേലുള്ള ഊർസ്ലേം വാതിലുകൾക്കുള്ളിൽ സിംഹാസനം അണയേണ്ടതാണ് ഈ പ്രാർത്ഥന. പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ചെല്ലണമെങ്കിൽ പാപം മാറണം. പാപത്തോട് യാത്ര പറയാതെ, ജീവിതത്തിൽ നിന്ന് പാപം മാറാതെ നാം കഴിക്കുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എത്തുകയില്ല. സ്വർഗീയ യെരൂശലേമിൻ്റെ ഉള്ളിൽ കടന്നു എന്ന് ദൈവസിംഹാസനത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന അണയണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കുറ്റമറ്റ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രാർത്ഥനയായിരിക്കണം. പാപം മാറിയ ജീവിതത്തിൽ നിന്ന് ഉതിർന്നു വരുന്ന പ്രാർത്ഥനയുടെ തേൻമൊഴികളായിരിക്കണം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന പ്രാർത്ഥനയുടെ ഗീരുക്കൾ, വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, ഹിസ്കിയ രാജാവ് ഏറ്റവും കരഞ്ഞു. പാപത്തെയോർത്ത് ഏങ്ങലടിച്ച് കരഞ്ഞു. പാപത്തെയോർത്ത് വിതുമ്പി. നാം വായിക്കുന്ന വാക്ക്, ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. അപ്പോഴാണ് ഹിസ്കിയാവിന് ഒരു ഉറപ്പ് കിട്ടിയത്. എന്താണ് കിട്ടിയത്? നീ എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നെന്നാണ് 38-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത്. എൻ്റെ പ്രാണനെ നീ രക്ഷിച്ചിരിക്കുന്നു. എങ്ങനെ? നീ എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞു എന്ന്.
പാപം അനുതാപത്തോടെ ഏറ്റുപറഞ്ഞപ്പോൾ, പാപത്തെയോർത്ത് ദുഃഖിച്ച് കരഞ്ഞ് ഏറ്റുപറഞ്ഞപ്പോൾ പാപം ദൈവം പിറകിലേക്ക് എറിഞ്ഞു കളഞ്ഞു. സഹോദരങ്ങളെ, ഹിസ്കിയാവിന് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു. പാപക്ഷമ ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പാപം മാറുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? നമുക്ക് കാണാതറിയാവുന്നൊരു വാക്യമാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? പാപം ഇല്ലാഞ്ഞിട്ടല്ല, യഹോവ അകൃത്യം കണക്കിടാതിരിക്കുന്നു. തൻ്റെ തിരുക്കുമാരനായ പുത്രൻ്റെ തിരുരക്തത്തിൽ കൂടി നോക്കുമ്പോൾ മനുഷ്യൻ്റെ അകൃത്യം ദൈവം കാണുന്നില്ല, അകൃത്യം കണക്കിടുന്നില്ല, അകൃത്യം ദൈവം പരിഗണിക്കുന്നില്ല. യഹോവ അകൃത്യം കണക്കിടുന്നില്ല. അതുകൊണ്ട് എന്ത് കിട്ടുന്നു? ലംഘനങ്ങൾ കർത്താവ് ക്ഷമിച്ചു തരുന്നു, പാപം കർത്താവ് മറച്ചു തരുന്നു. അതെന്താണത്? ലംഘനങ്ങൾ ക്ഷമിച്ചു തരുന്നു, പാപം മറച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, ഗ്രഹകാര്യം ക്രമത്തിലാക്കണമെങ്കിൽ ലംഘനങ്ങൾ ക്ഷമിച്ചു കിട്ടണം, പാപം മറച്ചു കിട്ടണം. പാപം എന്ന് പറയുന്നത് പാപങ്ങളല്ല, പാപമാണ്. അത് സിൻഫുൾ നേച്ചറാണ്, സിൻഫുൾ ആറ്റിറ്റ്യൂഡാണ്, സിൻഫുൾ ക്യാരക്ടറാണ്. പാപം പാപ സ്വഭാവമാണ്, പാപപ്രകൃതിയാണ്. അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു നിൽക്കുന്നതാണ്. നമ്മുടെ രക്തത്തിലും മാംസത്തിലും മജ്ജയിലും നമ്മുടെ ധാതുക്കളിലെല്ലാം നമ്മുടെ കോശങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഭാവപ്രവണതയാണ്. അത് പാപത്തിൻ്റെ പ്രവണതയാണ്. പാപം, പ്രിയപ്പെട്ടവരെ, ആ പ്രവണതയുള്ളത് കൊണ്ട് പാപത്തിൻ്റെ പ്രവൃത്തി വരും. ആ പ്രവണതയുള്ളത് കൊണ്ട് പാപത്തിൻ്റെ വാക്കുകൾ വരും. ആ പ്രവണത ഉള്ളതുകൊണ്ട് പാപത്തിൻ്റെ പ്രകൃതി ഉള്ളതുകൊണ്ട് പാപത്തിൻ്റെ ചിന്ത വരും. ആ പ്രകൃതി ഉള്ളപ്പോൾ പാപത്തിൻ്റെ പ്രവൃത്തി വരാതിരിക്കാം, പാപത്തിൻ്റെ വാക്ക് വരാതിരിക്കാം, പാപത്തിൻ്റെ ചിന്തകളും വരാതിരിക്കാം. പക്ഷേ ഓർക്കൂ, പാപത്തിൻ്റെ വാക്ക് വരാത്തപ്പോഴും പാപത്തിൻ്റെ ചിന്ത വരാത്തപ്പോഴും പാപത്തിൻ്റെ പ്രവൃത്തി വരാത്തപ്പോഴും വളരെ യോഗ്യമായും മാന്യമായും നാം പെരുമാറുമ്പോഴും പാപം എന്ന പ്രകൃതി നമ്മുടെ രക്തത്തിലുണ്ട്, നമ്മുടെ സ്വഭാവത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പാപം എന്ന പ്രകൃതി ദൈവം മറച്ചു പിടിച്ചു തരുന്നു, തൻ്റെ പുത്രൻ്റെ തിരുരക്തത്തിൽ മറച്ചു തരുന്നു. എന്നാൽ ആ പാപം മൂലം വന്ന വാക്കുകൾ ലംഘനങ്ങളാണ്. ആ പാപത്തിൻ്റെ പ്രകൃതിയിൽ നിന്ന് വന്നതായ ചിന്തകൾ ലംഘനങ്ങളാണ്. ആ പാപത്തിൻ്റെ പ്രകൃതിയിൽ നിന്ന് വന്നതായ പ്രവൃത്തികൾ ലംഘനങ്ങളാണ്. മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നു, ധിക്കാരം പറയുന്നു, ജീവിതം ഉഴപ്പുന്നു, മദ്യപിക്കുന്നു, കഞ്ചാവ് ഉപയോഗിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, കോപിക്കുന്നു, കോപിച്ച് ഗർജിക്കുന്നു, അഥവാ ഉള്ളിൽ കോപം വരുന്നു. അതെല്ലാം ലംഘനങ്ങളാണ്. വ്യഭിചാരം ചെയ്യുന്നു, അശുദ്ധ ജീവിതം നയിക്കുന്നു, വെറിക്കൂത്തുകളിൽ മുഴുകുന്നു, ചീത്ത പടങ്ങളിൽ രസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിന്മയിലേക്കുള്ള വാഞ്ച വരുന്നു. എന്താണ് കാരണം? അത് പാപത്തിന് ലംഘനമാണ്. ലംഘനങ്ങളെല്ലാം ക്ഷമിച്ചു തരുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അകത്തെ കാപട്യം മാറിക്കിട്ടുന്നു, അകത്തെ ആളത്വം മാറിക്കിട്ടുന്നു. അതാണ് പറഞ്ഞത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. സ്നേഹിതരെ, അതാണ് ഗ്രഹകാര്യം ക്രമത്തിലാക്കുക എന്ന് പറയുന്നത്. പഴയ സൃഷ്ടി മാറി, പഴയ സ്വഭാവം മാറി, പഴയ ആളത്വം മാറി, പഴയ ചിന്താഗതി മാറി, പഴയ കോപം മാറി, പഴയ മദ്യപാന ശീലം മാറി, പഴയ വഴക്കടിക്കുന്ന പ്രകൃതം മാറി, പഴയ അനുസരണക്കേട് മാറി, പഴയ ധിക്കാര മനോഭാവം മാറി, പഴയ റൗഡിസം മാറി, പഴയ സ്വാർത്ഥത മാറി, പഴയ ദ്രവ്യാഗ്രഹം മാറി. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഗ്രഹകാര്യം ഞാൻ ക്രമത്തിലാക്കിയോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. എൻ്റെ ഗ്രഹകാര്യം ഞാൻ ക്രമത്തിലാക്കിയോ? എൻ്റെ ജീവിതം ഞാൻ ക്രമത്തിലാക്കിയോ? എൻ്റെ പാപം മറച്ചു കിട്ടിയോ? എൻ്റെ ലംഘനങ്ങൾ ക്ഷമിച്ചു കിട്ടിയോ? എൻ്റെ അകൃത്യങ്ങൾ ദൈവം കണക്കിടാത്ത വിധം ക്രിസ്തുവിൻ്റെ തിരുരക്തം വന്ന് എന്നെ പൊതിഞ്ഞുവോ? യേശു ക്രിസ്തുവിൻ്റെ പരമബലിയിൽ നിങ്ങൾ വിശ്വസിച്ച് ഗോകുൽത്തായിലെ കുരിശിൽ 3 ആണികളിൽ തൂങ്ങിയ ക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊണ്ട് ആ ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ച് ക്രിസ്തു
നിങ്ങൾക്ക് കാണിച്ചു തന്ന ക്രൂസിലെ സ്നേഹത്തിൻ്റെ മാതൃകപ്രകാരം ജീവിക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭാഗ്യശാലികളായി മാറുന്നു. അവിടെയാണ് ഗ്രഹകാര്യം ക്രമത്തിലാക്കുന്നത്. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് ഹിസ്കിയാവ് കേട്ടു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു, പാപങ്ങൾ ഏറ്റു പറഞ്ഞു, പാപം ഉപേക്ഷിച്ചു. ഹിസ്കിയാവ് അനുതാപത്തോടെ കരഞ്ഞു. ഫലമോ ദൈവത്തിൻ്റെ അളവറ്റ കൃപ ഹിസ്കിയാവിൻ്റെ മേൽ വന്നു. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഗ്രഹകാര്യം ക്രമത്തിലായോ? ഗ്രഹകാര്യം ക്രമത്തിലാക്കുവാൻ കഴിഞ്ഞുവോ? നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് കൊടുത്തുവോ? ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾ വെച്ച് മാറിയോ? ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നുവോ? നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടുവോ? ലംഘനങ്ങൾ ക്ഷമിച്ച് കിട്ടിയോ? പാപങ്ങൾ മറച്ചു കിട്ടിയോ? ഒരു പുതിയ ജീവിതം തുടങ്ങിയോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികൾ. ഇതുവരെ തുടങ്ങിയില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തുടങ്ങൂ. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കൂ. ക്രിസ്തു ക്രൂസിൽ മരിച്ച ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കട്ടെ. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ പുലരട്ടെ. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. ക്രിസ്തു നിങ്ങളെ ഭരിക്കട്ടെ. ക്രിസ്തു നിങ്ങളെ നിയന്ത്രിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ഭരണത്തിന് നിങ്ങൾ വിധേയപ്പെട്ട് കൊടുക്കുവീൻ. ക്രിസ്തുവിനോട് വാക്ക് പറയുവീൻ, നാഥ, ഇന്ന് മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. യേശുവേ, ഇന്ന് മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഇന്ന് മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാസ്നേഹവാനായ സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവന്റെ വചനങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഗ്രഹകാര്യക്രമത്തിലാക്കുവാൻ ഞങ്ങളെ ആഹ്വാനം ചെയ്തതിനാൽ നാഥ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും പുതിയ സൃഷ്ടിയാകുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ കൃപകൾ നിന്റെ മക്കളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോഭാരത്തോടിരിക്കുന്നവര്, സങ്കടത്തിലും ദുഃഖത്തിലുമായി വലയുന്നവര്, കടത്തിൽ മുങ്ങി വിഷമിക്കുന്നവര്, എൻ്റെ ദൈവമേ, പൈശാചിക ബാധയിൽപ്പെട്ട് ഉഴലുന്നവര് എല്ലാവരെയും എൻ്റെ നാഥൻ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നാഥ, പുതിയ ഹൃദയം പ്രാപിക്കുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. കുടുംബശാന്തി അയക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.